Assalamualaikum, welcome back. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും നമ്മളൊരു അടിപൊളി വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റിസോർട്ട് സ്റ്റേ ചെയ്ത വീഡിയോ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമ്മളൊരു റിസോർട്ടിലെ ഒരു കുഞ്ഞ് ഡേ ലൈഫാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കക്കാടംപൊയിലൊരു അടിപൊളി വോളിബോർഡ് റിസോർട്ടായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് ലക്ഷറി റിസോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ആ വീഡിയോൻ്റെ കണ്ടിന്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഡിലേ വന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാൻ വേണ്ടിയിട്ടാകുമ്പോൾ എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക. ഫസ്റ്റായിട്ട് നമ്മൾ ചാനലൊക്കെ കാണുന്നവരാണ്, ഇഷ്ടപ്പെട്ട ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനും എൻ്റെ ചെറിയ ബ്രദറും നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ബാക്കിലാണ് എൻ്റെ ഉമ്മയും ഇക്കും മോനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നടന്നെ ഈ ഒരു ബോർഡൊക്കെ കണ്ടപ്പോൾ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. സംഭവം ഒരുപാട് ആക്ടിവിറ്റീസും അതുപോലെ നല്ല അടിപൊളി പൂളൊക്കെ ഒരു കിടുക്കാച്ചി റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ട് പോകുന്ന ആ ഒരു ട്രിപ്പൊക്കെ ഭയങ്കര രസമാണല്ലേ, കാരണം എല്ലാവരും പല കളിയും ചിരിയും പാട്ടൊക്കെ ആയിട്ട് സംഭവം ഒരു കളർ വൈബായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. പൂളൊക്കെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൈം പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ ചൂടുള്ള കാലാവസ്ഥയായാലും ഒക്കെ കക്കാടംപൊയിൽ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു, ഇളം തണുപ്പൊക്കെ ആയിട്ട്. ഇപ്പം മഴയുടെയും പെയ്തില്ല, നല്ല അടിപൊളി ക്ലൈമറ്റാണ് നമ്മുടെ കക്കാടംപൊയിൽ ഭാഗങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ, കുഞ്ഞു ഡേ ലൈഫാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ചെറിയ ഷോർട്ട്സ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ്. അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കില്ലേ. പൂളിലൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിലിറങ്ങിയ വിശപ്പ് കൂടാണല്ലോ ചെയ്യാറ്. അപ്പോൾ എന്തായാലും നൈറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മന്തി, ചപ്പാത്തി, പൊറാട്ട, അതുപോലെ അൽഫാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സംഭവം നല്ല സെറ്റ് നൈസായിട്ടുള്ള ലൊക്കേഷൻ തന്നെ ആയിരുന്നു. ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. കക്കാടംപൊയിൽ തന്നെ പിന്നെയും നമ്മൾ ഒരുപാട് റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ സിമി എന്ന് അടിച്ചാൽ ഒരുപാട് ലൊക്കേഷന് നല്ല അടിപൊളി വൈബുള്ള വീഡിയോസൊക്കെ അതിലാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് സെർച്ച് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യാത്തല്ലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും അവരിതാ ഊഞ്ഞാലൊക്കെ ആടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വീണ്ടും ചെസ് ബോർഡൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ കളിയും കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ആ ഒരു തിരക്ക് പിടിച്ച ടൈമിൽ നമ്മൾ അധികം ആൾക്കാരും മറക്കുന്നതാണ് നമ്മുടെ പേസ്റ്റ് ആയാലും ബ്രഷും കാര്യങ്ങളൊക്കെ അല്ലേ. ആ ഒരു കാര്യത്തിലൊന്നും നമുക്കിനി നല്ല റിസോർട്ടിൽ നിന്നൊരു പേടി വേണ്ട, എല്ലാ സംഭവം അവിടെ സെറ്റായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് പേസ്റ്റും അതുപോലെ തന്നെ കോൾഗേറ്റൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഇതാ ബ്രഷ് ചെയ്യുന്നുണ്ട്. മോർണിംഗ് അല്ലേ, അത് കഴിഞ്ഞ് വേണം ബാക്കിയുള്ള പരിപാടിയൊക്കെ. പിന്നെ നമ്മൾ ആ റൂമിൽ നിന്ന് തന്നെ നമുക്ക് കോഫിയൊക്കെ ഇടാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇക്കാക്ക് നല്ല ആ ഒരു മോർണിംഗ് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഒരു കോഫി വേണമെന്ന് പറഞ്ഞപ്പം ഞാനൊരു കോഫിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം റൂമിൽ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട്. നമുക്ക് കോഫി ഇടണമെങ്കിൽ കോഫി ഉണ്ട്, ചായ വേണമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും റൂമിൽ തന്നെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ പാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വൈബ് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിക്കൊന്നും ചായ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ റൂമിൽ നല്ല ആവേശത്തിന്റെ പാട്ടൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഹസുട്ടി അവരെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ഇതാ കുട്ടികളെ മാതിരി ഇതാ അവിടെ നല്ല രീതിയിൽ പാട്ടൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് അടിപൊളിയാണ് കേട്ടോ, കാരണം ഇത് നമ്മൾ ഈ ഒരു സ്റ്റേയിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് മോർണിംഗത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് ഇവർ സെറ്റ് ചെയ്തിട്ടില്ല. എന്ത് കഴിക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയി പോയിട്ടോ, കാരണം
അത്രയും ഐറ്റംസാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പുഴുങ്ങിയ മുട്ട ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ചീസ് ഉണ്ട്, മയോണൈസ് ഉണ്ട്, പിന്നെ ഈത്തപ്പഴം ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഒരുപാട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, 2-3 ഐറ്റം ചായ ഉണ്ട്, പിന്നെ നമ്മൾ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം, അത്രയും അടിപൊളിയാണ്. പിന്നെ 3-4 ഐറ്റംസ് കറി ഉണ്ട്, വെജ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കറികളും അതുപോലെ തന്നെ നമ്മൾ പൊറാട്ട, വെള്ളപ്പം അങ്ങനത്തെ ഐറ്റംസൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും അവർ പൂളിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്ത് പോകില്ല, അപ്പോൾ അതിന് മുന്നേ മാക്സിമം വീണ്ടും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൂളൊക്കെ നല്ല അത്യാവശ്യം വലിയ പൂൾ തന്നെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കിടക്കാച്ച റിസോർട്ടും അതിൻ്റെ ബാക്കിയുള്ള ഏരിയകളാണ് കേട്ടത്. സംഭവം എന്നാലും നമ്മൾ ഫാമിലി ആയിട്ട് വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റീൽസിലേക്ക് വേണ്ടി കുറച്ച് റൊമാൻറ്റിക് മൊമെൻ്റൊക്കെ എടുക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോസ് വരുന്നത്. തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ.